വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ഡിഗ്രികളെ കുറിച്ചാണ്. നമ്മളോട് പലരും ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വെബിനാറുകൾ കൃത്യമായി എല്ലാ മാസവും സംഘടിപ്പിക്കുന്ന വെബിനാറുകളിൽ പലപ്പോഴും ഇതിൻ്റെ അവയർനെസ് നമ്മൾ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ഭൂരിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ഓൺലൈൻ ഡിഗ്രികളുടെ സാധ്യത എന്താണ് ഓൺലൈൻ ഡിഗ്രികളെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് അവയർനെസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടല്ല പറയുന്നത്, വളരെ ഷോർട്ട് രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓൺലൈൻ ഡിഗ്രി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, നിലവിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം കിട്ടുന്നത് UGCൻ്റെ അണ്ടറിലാണ്. അറിയില്ല, ഗ്രാൻഡ് കമ്മീഷൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ അംഗീകാരമുള്ള ഡിഗ്രികളാണ് ഇപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടാനുള്ളത്. അത് മിക്കവാറും നമ്മൾ ചെയ്യുന്നത് റെഗുലർ സ്ട്രീമിലോ അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടുമാണ് ചെയ്യുന്നത്. റെഗുലർ സ്ട്രീമിൽ നിങ്ങൾക്ക് അറിയാം, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോയി പഠിച്ച് ചെയ്തതാണ്. ക്യാമ്പസുകളിൽ പോയി ഡെയിലി നമ്മൾ സാധാരണ പോകുന്നത് പോലെ ക്യാമ്പസുകളിൽ ക്ലാസ്സിന് പോകുന്നു, അവിടെ തന്നെ എക്സാമിനൊക്കെ പോകുന്ന രൂപത്തിൽ, അതാണ് നമ്മൾ റെഗുലർ സ്ട്രീം പറയുന്നത്. അത് മുമ്പ് ഓരോ യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് എക്സാമൊക്കെ നടത്താറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന് ഒരു പൊതുരൂപം വന്നിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ അതിനേക്കാൾ മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റികളുടെ കാറ്റഗറികളൊന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കിയേക്കുക. UGCയുടെ അണ്ടറിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം 1000-ലധികം യൂണിവേഴ്സിറ്റികൾ നമുക്ക് വരുന്നുണ്ട്. ഈ 1000-ലധികം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികൾക്ക് കാറ്റഗറി ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെ അണ്ടറിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. ഇത്രയും കാറ്റഗറിയിലാണ് നമുക്ക് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറിയിൽ വരുന്നതാണോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ UGCയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. UGCയുടെ ഇപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന ചില യൂണിവേഴ്സിറ്റികൾക്ക് UGCയുടെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ അത് കാണാൻ പറ്റും. UGC അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്, ഫേക്ക് യൂണിവേഴ്സിറ്റീസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിഗ്രി PG കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തുക. അപ്പം ഈ 1000-ൽ പരം യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിലവിൽ നമ്മുടെ കുട്ടികൾക്ക്, ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയുന്നത് 2 സ്ട്രീമാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ സ്ട്രീമിലാണ് നമുക്ക് ഡെയിലി കോളേജിൽ പോയി പഠിക്കുന്നത്. രണ്ടാമത് ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ പുസ്തകവും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അയച്ചു തരും. ചിലപ്പോൾ 1-2 കോൺടാക്ട് ക്ലാസ്സുകളും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഏതെങ്കിലുമൊക്കെ സെൻറ്ററുകളിൽ വെച്ച് നടക്കും. അതിന് പുറമെ ബാക്കി സ്വന്തമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുക. എക്സാമിന് നമ്മൾ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ പോയിട്ട് എഴുതാം. നോർമൽ റെഗുലർ സ്ട്രീമിൽ കുട്ടികൾ എക്സാം ചെയ്യുന്ന സെൻറ്ററുകളിൽ തന്നെ മിക്കവാറും നമുക്ക് സെൻറ്റർ ഉണ്ടാവുക. നമ്മൾ അവിടെ പോയിട്ട് എക്സാം ചെയ്താൽ അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്വന്തമായി നമ്മൾ പഠിക്കുക. അതിൻ്റെ ക്ലാസ് കാര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി തരില്ല. ആകെ തരുന്നത് ടെക്സ്റ്റ് ബുക്കുകളാണ്. പിന്നെ എക്സാം സെൻറ്ററിൽ വെച്ച് നടക്കുകയും ചെയ്യും. ഇതാണ് ഡിസ്റ്റൻസ്. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് ഓൺലൈൻ ഡിഗ്രികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് 1-2 വർഷമായിട്ടേ ഉള്ളൂ ഓൺലൈൻ ഡിഗ്രികൾക്ക്. 2020 ശേഷമാണ് UGC അതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു കൊറോണ ആ സീസണിലാണ് ഇതിൻ്റെ കുറച്ചുകൂടി വ്യാപകമായിട്ട് ഇതിലേക്ക് ആളുകൾ എൻട്രി ചെയ്യുന്നതിനെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഓൺലൈൻ ഡിഗ്രികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് പോലെയല്ല, റെഗുലർ വാല്യൂ ആണ് UGC ഇതിന് പറയുന്നത്. ഓൺലൈൻ ഡിഗ്രികൾക്ക് റെഗുലർ ഡിഗ്രിയുടെ സെയിം വാല്യൂ ആണ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കുകയാണ്. പുസ്തകങ്ങളൊക്കെ അവർ അയച്ചു തരും, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ്. പക്ഷേ ഓൺലൈൻ ഡിഗ്രികളെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർമാർ അവരുടെ തന്നെ ക്ലാസ്സുകൾ അവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഈ ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് ഓൺലൈൻ ഡിഗ്രിക്ക് അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് അതിന് പാസ്വേഡ്, യൂസർ നെയിം, പാസ്വേഡൊക്കെ തരും. അതുപയോഗിച്ച് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നിലവിലെ പ്രൊഫസർമാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് കേൾക്കാം. എക്സാം നടത്തുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സെൻറ്ററിൽ പോകണ്ട. നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട്, നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾ മറ്റേതെങ്കിലും പ്രൈവറ്റ് സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം, ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാം നടത്തുന്നത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ മോഡിൽ നടക്കുന്ന പോലെ തന്നെ അവിടെ കൃത്യമായ ക്ലാസ്സിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം കാര്യങ്ങളൊക്കെ നടത്തുന്നത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസിനേക്കാൾ കുറച്ചുകൂടി വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ വാല്യൂ പലർക്കും സംശയമുണ്ട്. ഈ ഓൺലൈൻ ഡിഗ്രികൾക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പലർക്കും സംശയമുണ്ട്. സംശോധിക്കാനുള്ള കാരണം ഇതൊരു പുതിയ കാറ്റഗറി ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ നോർമലി നിങ്ങളിപ്പോൾ പത്രങ്ങളിലും അല്ലാത്ത വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈൻ ഡിഗ്രികൾക്ക് അത്ര വാല്യൂ ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ UGC പറയുന്നത് ഓൺലൈൻ ഡിഗ്രികൾക്ക് അത്യാവശ്യം വാല്യൂ ഉണ്ട് എന്നാണ്. റെഗുലർ സ്ട്രീമിൻ്റെ റെഗുലർ മോഡ് തന്നെ സെയിം വാല്യൂ ആണ്, റെഗുലർ വാല്യൂ ഉള്ള ഓൺലൈൻ ഡിഗ്രികളെന്നാണ് പറയുന്നത് തന്നെ. അപ്പം ഇപ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ കൂടുതൽ ആളുകളും സ്വാഭാവികമായിട്ടും ഓൺലൈൻ ഡിഗ്രിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും ടെറിട്ടറി ലിമിറ്റുകൾ വരുന്നില്ല. നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഡിഗ്രി ചെയ്യണം, ഇന്ന ക്യാമ്പസിൽ പോയി ഡിഗ്രി ചെയ്യണം എന്നുള്ളത് വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
ഇഷ്ടമുള്ള സ്ഥലം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഓൺലൈൻ ഡിഗ്രികൾ തിരഞ്ഞെടുക്കുമ്പോൾ UGC അംഗീകാരം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1000-ൽ പരം യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിസ്റ്റൻസ് കോഴ്സുകളും റെഗുലർ കോഴ്സുകളും ഏകദേശം യൂണിവേഴ്സിറ്റികളിലുണ്ട്. പക്ഷേ ഓൺലൈൻ ഡിഗ്രികൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം 70+ യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇപ്പോൾ നിലവിൽ UGC അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. 70-ൽ പരം യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഓൺലൈൻ ഡിഗ്രിക്കുള്ള അംഗീകാരമുള്ളൂ. ഈ 70-ൽ പരം യൂണിവേഴ്സിറ്റികളിലെ എല്ലാ കോഴ്സുകൾക്കും നിലവിൽ ഓൺലൈൻ ഡിഗ്രി ചെയ്യാനുള്ള അംഗീകാരമില്ല. അതുകൂടി കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പം അവർക്ക് UGC അംഗീകാരം കൊടുത്തിട്ടുണ്ടാവും. 1-2 കോഴ്സുകൾ ചെയ്യാൻ ഓൺലൈനായിട്ട് ചെയ്യാൻ അവർക്ക് UGC അംഗീകാരം കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ മറവിൽ മിക്ക യൂണിവേഴ്സിറ്റികളും ചില പ്രത്യേകിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെക്ടറിലൊക്കെ അവരുടെ ബാക്കിയുള്ള കോഴ്സുകളും ഓൺലൈൻ വാലിഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഡിഗ്രി ചെയ്യാൻ അംഗീകാരം കൊടുത്ത യൂണിവേഴ്സിറ്റികൾ കൃത്യമായ എണ്ണമുണ്ട്. വളരെ കുറഞ്ഞ കോഴ്സുകൾ മാത്രം, അത് എണ്ണപ്പെട്ട കോഴ്സുകൾ മാത്രമേ അവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ UGC അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ ഓൺലൈൻ ഡിഗ്രികൾ എന്ന് പറഞ്ഞെടുക്കുന്ന കോഴ്സുകൾ അത് അംഗീകാരമുള്ള കോഴ്സുകളാണോ, ഈ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് UGC ഓൺലൈനായി ചെയ്യാനുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓൺലൈൻ എക്സാമിന് ഓൺലൈൻ ഡിഗ്രിക്ക് വേണ്ടി എൻ്റർ ചെയ്യുക. ഇതിൻ്റെ സൗകര്യം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഏജ് ലിമിറ്റ് വരുന്നില്ല, ടെറിട്ടറി ലിമിറ്റ് വരുന്നില്ല, എക്സാമും ക്ലാസ്സൊക്കെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി നടത്തുകയാണ്. പിന്നെ അതിൽ തന്നെ യൂണിവേഴ്സിറ്റി റൂള് പറയുന്നുണ്ട്, ശരിക്കും ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇവർ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ ഡയറക്റ്റ് തന്നെ ക്ലാസ് നടത്തണം. അതല്ലാതെ ഇടനിലക്കാരെ ക്ലാസ്സുകൾ നടത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പം ചില സ്ഥാപനങ്ങൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കും. ഇപ്പോൾ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അഡ്മിഷൻ എടുക്കാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ സ്ഥാപനങ്ങൾ, ചില സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് എന്താക്കുന്നുണ്ട്, അവരുടെ സ്വന്തം റിസ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ കോൺടാക്ട് ക്ലാസ്സെല്ലാം പോലെ ലൈവായിട്ട് ചിലപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം മിക്കവാറും ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കേരളത്തിന് പുറമെയുള്ള യൂണിവേഴ്സിറ്റികൾ മിക്കതും അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവാനൊക്കെ വേണ്ടി ചിലപ്പം സെൻറ്ററുകൾ എന്താക്കുന്നുണ്ട്, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്, അതല്ലാതെ UGC അംഗീകാരമുള്ളതല്ല അതൊന്നും. അപ്പം UGCൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി തന്നെ ക്ലാസ് കൊടുക്കണം, എക്സാം യൂണിവേഴ്സിറ്റി തന്നെ നടത്തണം. അതാണ് ഓൺലൈൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. റെഗുലർ ഡിഗ്രി, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിഗ്രി, പിന്നെ വരുന്നത് ഓൺലൈൻ ഡിഗ്രി. ഇതാണ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡിഗ്രിയാണ് ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ സെയിം നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ ഡിഗ്രീൻ്റെ സെയിം വാല്യൂ ഉള്ള ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ധൈര്യമായി ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ 70-ൽ പരം യൂണിവേഴ്സിറ്റികൾ മാത്രമേ അംഗീകാരമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ഓൺലൈൻ ഡിഗ്രിയുടെ വാല്യൂ ഉണ്ടോ, അതിന് അംഗീകാരമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ബേസിക്കലി നമ്മൾ ഓൺലൈൻ ഡിഗ്രികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് നിന്നിട്ടും എവിടെ നിന്നിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ച് ഡിഗ്രികൾ ചെയ്യാം. ഓക്കെ, മറ്റ് ഓൺലൈൻ ഡിഗ്രിയായിട്ട് ബന്ധപ്പെടുന്ന കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, ഗുഡ് ബൈ.